ഹായ് ഗുഡ് മോർണിംഗ്. ഡേ 3 ഇൻ മെൽബൺ. ഞങ്ങൾ രാവിലെ തന്നെ റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് നടു റോട്ടിൽ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ 7-11 നിന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കോഫിയും വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക. ഞങ്ങളുടെ റൂം ചെക്ക് ഔട്ട് ചെയ്തു എന്ന് ഞങ്ങൾ ഗ്രേറ്റ് ഓഷ്യൻസ് റോഡിലോട്ട് പോവുകയാണ്. ചെക്ക് ഔട്ട് ചെയ്തു, എന്നിട്ട് ലഗേജ് അവിടെ തന്നെ വെച്ചു. കുറേ ലഗേജ് ഇന്നലെ അനീതി കൊണ്ടുപോയി. ജസ്റ്റ് ഒരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സോ അതവിടെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ അമ്മ 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 അപ്പം ഞാൻ പറഞ്ഞല്ലോ ലഗേജ് ഞങ്ങൾ അവിടെ തന്നെ വെച്ചു എന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിക്ക് ഉച്ചയ്ക്ക് 12 മണി വരെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നേരത്തെ റൂം ചെക്ക് ഔട്ട് ചെയ്തു, കാരണം അടുത്ത 2 ദിവസം ഞങ്ങൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡിലാണ് താമസിക്കുന്നത്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് വേറെ റൂം എടുക്കാനാണ് പ്ലാൻ. അപ്പം ഞങ്ങൾ കരുതി അടുത്തുള്ള കെ-മാർട്ടും പിന്നെ വേറൊരു കടയിൽ കൂടെ പോയി, അതിൻ്റെ കടയുടെ പേര് ഓർക്കുന്നില്ല, അവിടെ പോയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോഴത്തേക്കും ഐശ്വര്യ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമല്ലോ. അങ്ങനെ ഐശ്വര്യ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു, ഞങ്ങളുടെ ഷോപ്പിങ്ങും കഴിഞ്ഞു. ഇത് മറ്റേ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ സൈഡാട്ടോ. അപ്പോൾ ഐശ്വര്യനെ ഞങ്ങൾ പിക്ക് ചെയ്ത്, ഐശ്വര്യയുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് വരെ കൊണ്ടുപോകുന്നത് കാറിൽ. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. വെയിറ്റ് ചെയ്ത സമയത്ത് ഇതൊരു ഓൾഡ് ട്രാമാട്ടോ, അത് പോവുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് കോഫി വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ആളെ കിട്ടി. ഞങ്ങളിതേ പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 to 3 hours ജേർണി ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഇരുട്ടാവും. ഇതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല മോഷൻ സിക്നസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ട്രാവലിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ഈ ക്ലിപ്സിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ. ഞങ്ങൾ രാവിലെ എണീറ്റു. ജസ്റ്റ് ഇവിടെ സൺറൈസ് കാണാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൺറൈസ് കാണാൻ പോവാണ്. ഇത് ഞങ്ങൾ നിന്ന മോട്ടൽ ആണ്. ജസ്റ്റ് മോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹോട്ടൽസിൻ്റെ തന്നെ, പക്ഷേ വലിയ സെറ്റപ്പല്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് റൂമും വാഷ്റൂമും മാത്രമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നല്ലതായിരുന്നു. ഇപ്പം ഞങ്ങൾ അവരിറങ്ങുവാണ്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ അടുത്തൊന്ന് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ. ഇവിടെ ഈ നിൽക്കുന്ന പ്ലേസിൽ രാവിലെ ആകുമ്പോൾ കാംഗറൂസ് വരും എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ കുറച്ച് കണ്ടായിരുന്നു, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഭയങ്കര ക്ലിയർ അല്ലായിരുന്നു. ഇവിടെ രാവിലെ കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റും കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത പ്ലേസ്. അതായിരുന്നു ഞങ്ങളുടെ റൂം. മോട്ടൽ അവിടെയായി വരുന്നേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ ആ റോഡ് വഴിയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ചുറ്റും
ഭയങ്കര കാടിൻ്റെ നടുക്കിരിക്കുന്നൊരു ഫീലിംഗ്. പക്ഷെ അകത്ത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു മോട്ടറിനകത്ത്. ഭയങ്കര പീസ്ഫുൾ. വേറെ ശബ്ദം, ജസ്റ്റ് അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കിളികളുടെ സൗണ്ട് ഓബ്വിയസ്ലി ഉണ്ട്, പക്ഷെ അല്ലാതെ വേറെ കുറേ സൗണ്ട്സും കേൾക്കാം. വേറെ ഒരു കങ്കരു അല്ലാതെ വേറെ ഏതോ ഒരു സാധനത്തിൻ്റെ പേര് കൂടെ ഇവർ പറഞ്ഞു. എനിക്കറിയത്തില്ല. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കാം. അത് ഇവിടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. രാവിലെ എൻ്റെ ഫേസ് ഞാൻ എണീറ്റ ഉടനെ ജസ്റ്റ് മുഖം കഴുകിയിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് ഇറങ്ങിയതാണ്. തിരിച്ച് വന്നിട്ട് റെഡിയായിട്ട് പോവാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നലത്തെ അതേ ഡ്രസ്സാണ്. മാഡം ഇസ് ഹിയർ. മാഡം, കങ്കാരു അല്ലാതെ ഇവിടെ വേറെ എന്താണ് കാണാൻ പറ്റുന്നത്? കങ്കാരു കണ്ടുകൊണ്ട് ഇവിടെ നമുക്ക് കോല കാണാൻ പറ്റും. കോല. നമ്മളിപ്പോൾ അവിടെ കണ്ടതാണ് 12 അപ്പോസിൽ എന്ന് പറയുന്നത്. നമ്മുടെ മോട്ടറിലെ പേരും 12 അപ്പോസിൽ എന്ന് തന്നെയായിരുന്നു. ഇവിടെ നല്ല കൊതുകുണ്ട്, നല്ല പോലെ കൊതുകുണ്ട്. ഇത്രയും കൊതുകുണ്ടാവും എന്ന് വിചാരിച്ചില്ല. നല്ല കൊതുകുണ്ട്. കൊതുക് വന്ന് മൂടുവാണ്. ഈ വഴി മൊത്തം അമ്മ അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മൾ ആക്ച്വലി കുറച്ചുകൂടെ അടുത്ത് പോയിരുന്ന് കാണാൻ പോകുന്നത് 12 അപ്പോസിൽസ്. അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന റൂട്ട് ഇത് മലയുടെ മുകളിലായതുകൊണ്ടും ഓസ്ട്രേലിയ ഇസ് നോൺ ഫോർ സ്നേക്സ്. ഇവിടെ മൊത്തം പാമ്പുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നൈസ് വ്യൂ കാണിച്ചു തരാം.
ഇതാട്ടോ 12 അപ്പോസ്റ്റൽസ്. എന്ത് രസമല്ലേ കാണാൻ, സച്ച് നാച്ചുറൽ ബ്യൂട്ടി. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഫോട്ടോസ് എടുത്ത് സൺറൈസ്, ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും സൺറൈസ് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. പക്ഷെ എന്നാലും ഞങ്ങളവിടെ ഫുള്ളിരുന്നത് കണ്ട് എന്ത് പീസ്ഫുള്ളായിട്ടാണ്. ഒറ്റ കാര്യം മാത്രമേ സഹിക്കാൻ പറ്റാതെ ഉള്ളൂ, ഈച്ച ഫുൾ മൂടുമായിരുന്നു. ഇനി ഒരു സ്പോട്ട് കൂടെ ഉണ്ട്, അവിടെ പോവാണ്. അവിടെ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോവും. റൈറ്റാ ലെഫ്റ്റാ? റൂമിലേക്ക് പോവും, എന്നിട്ട് റെഡിയായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അതാണ് കറണ്ട് പ്ലാൻ. നേരത്തെ കണ്ടത് 12 അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, മറ്റേ ആ മൗണ്ടൻ്റെ അടുത്തുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് തന്നെ നടന്ന് മട്ടൺ ബേർഡ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. ജസ്റ്റ് ഇപ്പുറത്തെ ഒരു വേറൊരു ക്ലിഫ് ഞാൻ കാണിച്ചു, ഇത് നല്ല രസമുണ്ട്. മട്ടൺ ബേർഡ് ഐലൻഡ്സ്, ഇത് ഭയങ്കര രസം. ഇത് നമ്മൾ നേരത്തെ നമ്മൾ അപ്പുറത്ത് ഇവിടെ നമ്മൾ സോ ബ്യൂട്ടിഫുൾ. നമ്മൾ അവിടെയാണ് നിന്നോണ്ടിരുന്നത്. അയ്യോ, അവിടെ ഞാൻ കാണിച്ച ഭയങ്കര ഈച്ചയുണ്ട് ഗൈസ്, ഇവിടെ ഭയങ്കര ഈച്ചയാണ്. നമ്മുടെ ദേഹ തട്ടി ഇരിക്കും പോലത്തെ ഈച്ചയാണ്. നേരത്തെ നമ്മൾ നിന്നത് ദേ അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ നടന്ന് വേറൊരു ക്ലിഫിലോട്ട് വന്നതാണ്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് സൺറൈസ് കണ്ടിട്ട് വീട്ടിൽ പോയി, മോട്ടലിൽ പോയി റെഡിയായി. ഞങ്ങളിത് വീണ്ടും ഇറങ്ങിയേക്കാണ് ടു ദ നിയർ ബൈ പ്ലേസസ്. ഇവിടെ എല്ലാം ഭയങ്കര ഭംഗി. ഐ ഡോണ്ട് നോ വൈ, കാണുന്നതെല്ലാം നല്ല ഭംഗി, നല്ല ക്ലൈമറ്റാണ്, അതുകൊണ്ടായിരിക്കണം കാണുന്നതെല്ലാം നല്ല ഭംഗി. വീഡിയോസ് ആയാലും നല്ല രസമുണ്ട്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഞാൻ ഓസ്ട്രേലിയ വീഡിയോസ് എടുക്കാമെന്ന്
ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് തന്നെ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ഡൂയിങ് ദിസ്. ഈവൻ ഇത് ഔട്ട് വരുമോയെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ടേക്കിംഗ് ഓൾ ദ വീഡിയോസ് ആൻഡ് പുട്ടിങ് ദറ്റ് എക്സ്ട്രാ എഫേർട്ട് ടു ടേക്ക് വീഡിയോസ് ആൻഡ് ഷോ യു. എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ബട്ട് വീഡിയോസിൽ ഞാൻ മാക്സിമം വരാതെ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂസും ഞാൻ പോകുന്ന സ്ഥലങ്ങളും കാണിച്ചു തരാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ വീഡിയോസിൽ നിങ്ങൾ എന്നെ കാണും, ബട്ട് എൻ്റെ പ്രസൻസോ എൻ്റെ വോയിസോ കണ്ടില്ലെങ്കിലും ഡു സപ്പോർട്ട്, ബിക്കോസ് ഐ എം ടേക്കിംഗ് ദാറ്റ് മച്ച് എഫേർട്ട്. അതുകൊണ്ട് കാണുക. ഐ ഹോപ്പ് ഓൾ ദീസ് വീഡിയോസ് വിൽ മേക്ക് യു സം ടൈം കം ടു ഓസ്ട്രേലിയ. ഇത് രസമല്ലേ കാണാൻ? ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ അമ്മയൊന്നും ഷൂസ് ഇട്ടിട്ടില്ല. അമ്മയും ഞാനൊന്നും ഷൂസല്ല ഇട്ടേക്കുന്നത്. സോ ഓഫ് റോഡ് അങ്ങോട്ട് കുറേ ബാക്കിലോട്ട് നടക്കാൻ പറ്റില്ല. സോ വി ആർ സ്റ്റോപ്പിംഗ് ഹിയർ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരു കോഫി ഷോപ്പിൽ സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ വ്യൂ ഫ്രം ഹിയർ. ഇവിടെ ഈച്ചയുടെ ശല്യം കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഈച്ച പൊതിയലാണ്. ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചു ഈ കോഫി ഷോപ്പിൽ നിന്ന്. ഇറ്റ്സ് എ സ്റ്റാർ ഫിഷ് ഹോം എന്താ ഹോം മെയ്ഡ് എന്തോ മാഗ്നറ്റ് ആണ്. സോ ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഹിയർ. $5, Australian $5. ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ മെമ്മറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡങ്കോ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഏരിയയിൽ വന്നേക്കാണ്. ഇവിടെ കങ്കാറൂസിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡങ്കോ എന്ന് പറയുന്ന ഒരു അനിമലുണ്ട്. അത് വൂൾഫിൻ്റെയും ഡോഗിൻ്റെയും കോമ്പിനേഷനിൽ വരുന്നൊരു ബ്രീഡാണ്. അങ്ങനെ കാണാൻ അങ്ങനെ ഇരിക്കും. പിന്നെ ബാക്കി വേറെ കുറേ അനിമൽസിനെ കാണാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷെ കങ്കാരൂസ് ഉറപ്പായിട്ടും കാണാം. പിന്നെ ഞാൻ ഇപ്പം നിന്ന് ഇവിടെ നിന്ന് കാണുമ്പോൾ എനിക്ക് പീകോക്സിനെ കാണാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പോയി കാണാം. ഇപ്പം നമ്മൾ വാഷ്റൂമിലോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി. അവരവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യയും അരുണും അവിടെ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് അകത്തോട്ട് കയറാം.
Let me take him home. The bigger ones are dangerous. They give a tight slap sometimes. Do you want some? Why you are giving so much attitude? I'm scared even to come. I bet me. അയ്യോ ഐശു കോമഡി. Where are you going now? I said, don't step on him. Don't step on him. ना मेरी ब्राउनी नहीं. അമ്മ അമ്മ. I'm talking to Vadu. Oh my god. हाइड कर ली मेरी टेरिटरी. How does ostrich know Hindi? Speak in English. इसके नीचे पू है. അയ്യോ I don't have. അയ്യോ. Ammani. നാനാ Give her. Mala, wait. Okay, good boy. He's hugging you. Hug. Sama kullu. Aishwarya with Salman Khan. Hug the Salman Khan. Another one is coming behind you. ഐശു ബാക്കട്. Back to it. Hey, Vivek Oberoi came in. पागल बना रही है. Oh, good first. Ah, good boy. Now I'll give. Give to me. അമ്മ മാറമ്മ. Give to me. Enna kai sola. She should take a treat here today. She should take this No, no. and here as well. तो उसको खाना खिलाएगा. फिर से पकड़ेगा तेरे को. Okay, have it. But don't hug me anymore. Hey, you're sleeping. Open your eyes here. Have this. Enough. Hindi pata hai. Slowly you should have. I'm only. Why are you raising your head, yaar? Mark. I'm strong now.
ഞങ്ങൾ ഫീഡ് ചെയ്ത് ഇതിങ്ങനെ കണ്ട് വരുവാണ്. ഈ ഡിങ്കോ എന്ന് പറഞ്ഞ സാധനം മാത്രമാണ് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റാത്തത്. കാരണം അത് ഭയങ്കര ദൂരെയാണ്. അതിനെ ഈ ഫീഡ് ഏരിയയിലൊന്നും അല്ല ഇട്ടേക്കുന്നത്. അതിനെ ഫീഡ് ചെയ്യുന്നതോ അതിനെ പെറ്റ് ചെയ്യുന്നതോ ഓസ്ട്രേലിയൻ ലോസിനെതിരെയാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് അതിനെ വലുതായിട്ട് കാണാൻ പറ്റില്ല. അത് വലിയ മൈൻഡോ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ദൂരെ അങ്ങ് ഇരിക്കുമായിരുന്നു. ബാക്കിയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എസ്പെഷ്യലി കാംഗ്രൂസ് ഞാൻ വിചാരിച്ചാൽ ഭയങ്കര അഗ്രസീവ് ആണെന്നാണ്. പക്ഷെ അവർ ഭയങ്കര നല്ലതായിട്ട് നിന്നു. പക്ഷെ ചിലതൊക്കെ ഐശുവിൻ്റെ കയ്യിൽ പ്രാണ്ടൽ വന്നായിരുന്നു. മാന്തലും ഇതൊക്കെ കിട്ടിയായിരുന്നു. ഐശുവിൻ്റെ കയ്യിൽ മൊത്തം മാന്തലുണ്ട്. അത് ഈ ഫുഡ് കൊടുക്കാതെ വരുമ്പോൾ അവർ കയറി മാന്തുന്നതും പിന്നെ അവർ ഫുഡിന് വേണ്ടി കയ്യെ കയറി പിടിക്കുകയും ചെയ്യും. അങ്ങനെ മാന്തൽ കിട്ടി കുറേ. പിന്നെ ഐശുവിന് ഇത് പുത്തരിയല്ല, അവൾക്ക് അനിമൽസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് അവൾ എല്ലാത്തിനെയും കയറി അങ്ങോട്ട് പിടിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അവൾക്കത് പുത്തരിയാണെന്ന് തോന്നുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിന്റെ പേരാണ്? എന്റെ പേര് കോ പൈലറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളെ ആകർഷണീയമായി അനുഭവിക്കുന്ന പേരിൽ വിളിക്കാം. ഇങ്ങനെ സുഹൃത്ത് പോലെ സംസാരിക്കാൻ എനിക്ക് സന്തോഷം. നിന്റെ കോ-പൈലറ്റ്? എന്റെ കോ പൈലറ്റാ? അങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ കോ പൈലറ്റ് ആയിരിക്കും. മറ്റെന്തിനാലും ഞാൻ നിങ്ങളോടൊപ്പം ഈ സംഭാഷണം നയിക്കാൻ സജ്ജമാണ്. എന്തെങ്കിലും വേണമെങ്കിൽ. നിന്റെ മലബന്ധമാണ്? എല്ലാം സന്തോഷകരമായി തുടരുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഇനിയും തയ്യാറാണ്. പേരുണ്ടോ? എവിടെ പോയി? എവിടെ പോയി? മുത്രുവാണ്. എല്ലാം സുഖമാണെന്ന് കേട്ടതിൽ സന്തോഷം. നമുക്ക് ഇങ്ങനെ തന്നെ കുശാലമായി കാര്യങ്ങൾ പങ്കിട്ടു പോകാം. ഇനി വേറെ എന്തെങ്കിലും എനിക്ക് പറയാനോ നിങ്ങളുടെ ചോദ്യങ്ങളോ ഉണ്ടോ? പോവാം. അറിഞ്ഞേ, അല്പം കളിയുള്ള സംഭവം. In a while? No, they are native to Australia. Yeah, and even endemic to Australia. So we can see only them in a while in Australia. അങ്ങനെ ഞങ്ങൾ വൈൽഡ് ലൈഫിൽ നിന്ന് ഇറങ്ങി തിരിച്ച് മെൽബൺ സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പോണ വഴി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കാട്ടിനകത്തൂടെയൊക്കെയാണ് ഞങ്ങൾ വന്നതെന്നുള്ളത്. അപ്പോൾ അതേ റൂട്ട് തന്നെയാണ് ഇന്ന് തിരിച്ചു പോകുന്നതും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കാടിൻ്റെ നടുക്ക് ഒരു റെയിൻ ഫോറസ്റ്റാണിത്. റെയിൻ ഫോറസ്റ്റിനകത്ത് ഒരു ഫോൾസ് ഉണ്ട്, അതിൻ്റെ പേര് ട്രിപ്ലറ്റ് ഫോൾസ്. അപ്പം ട്രിപ്ലറ്റ് ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനിടയ്ക്ക് കയറി പാർക്ക് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നോക്കാം. സോ ഇന്നലെ ഇതൊന്നും കണ്ടതായിട്ടോ ഇതിന് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ കണ്ടതായിട്ടോ മാർക്കിങ്സ് ഒന്നും ശ്രദ്ധിച്ചായിട്ടോ ഉള്ളതായിട്ടേ കാണുന്നില്ല. അത്രയും ഡാർക്കായിരുന്നു ഇന്നലെ. സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഇന്നലെ ഞങ്ങളത് ശ്രദ്ധിച്ചേ ഇല്ല. ഇന്നിപ്പം തിരിച്ചു വന്നപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്.